അനസ് എന്ന് പറയുന്ന രക്ഷിതാവ് ഈ സ്കൂളിലെ കുട്ടിയെ മാറ്റാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് മുജീർ റഹ്മാൻ പറയുന്നത്. പക്ഷേ മാധ്യമങ്ങളോടക്കം നേരത്തെ കിട്ടിയ ഇൻപുട്ടുകൾ അനുസരിച്ച് എന്തായാലും ഇതുവരെയും TC വാങ്ങിയതായി എനിക്ക് അറിവില്ല. മാത്രമല്ല ഈ വിവാദമുണ്ടായതിന് തൊട്ടു പിന്നാലെ ഒരു പക്ഷേ നമ്മൾ ഓർക്കുന്നുണ്ടാകും, അവിടെ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളൊക്കെ ചർച്ച ചെയ്തുവെന്നും അങ്ങനെ ചർച്ച ചെയ്ത് ഈ പരിഹാരം അവസാനിച്ചുവെന്നും അതേ രക്ഷിതാവ് തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്, എൻ്റെ കുട്ടിയെ ഞാൻ ഈ യൂണിഫോം ധരിപ്പിച്ച് തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിലപാടിനനുസരിച്ച് വിടാൻ ഒരുക്കമാണ് എന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴും മുജീബ് റഹ്മാൻ പറയുന്നുണ്ട് ആ നിലപാടാണ് ഈ രക്ഷിതാക്കൾക്കുള്ളത് എന്ന്. അപ്പോൾ അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്യാനൊക്കെ അവർ ഒരുക്കമാകുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ശരീരഭാഷ ആയിരുന്നില്ല സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് പ്രിൻസിപ്പളിൻ്റെയും ഒപ്പം PTA പ്രസിഡന്റിൻ്റെയും ഇന്ന് ആ രക്ഷിതാക്കളുടെ, അത് ഞാൻ ആവർത്തിക്കുന്നു, ഈ പെൺകുട്ടിയുടേതല്ല മറ്റ് 2 കുട്ടികളുടെ രക്ഷിതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് ഈ പേരുകളടക്കം തന്നെ, അതായത് പ്രിൻസിപ്പൽ എന്നും PTA പ്രസിഡന്റ് എന്നും എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 വ്യക്തികൾ മാത്രമാണോ ഇത്തരത്തിലൊരു അസഹിഷ്ണുത പുലർത്തിയത് എന്നതും സ്വാഭാവികമായ സംശയമായി വരുമല്ലോ. തീർച്ചയായും അവർ അസഹിഷ്ണുത പുലർത്തിയെങ്കിൽ അത് വളരെയധികം വേദനാജനകവും അത് അത് തിരുത്തപ്പെടേണ്ടതുമാണ്. ഞാൻ പറഞ്ഞ സ്വാഭാവികമായും ഇവിടെ രമ്യമായി പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. മറ്റൊരു മതത്തിൽ അവരെ സംബന്ധിച്ചത് ആവശ്യമാണെങ്കിൽ ഹിജാബ് അവരുടെ നിയമാവലിയിൽ മാറ്റം വരുത്തണമെങ്കിൽ ആവശ്യമില്ല, അടുത്ത വർഷം വരെ മാറ്റം വരുത്തണം. ഈ വർഷം ഇങ്ങനെ പോകുന്നതിൽ പോട്ടെ, അടുത്ത വർഷം വരെ അവർ ആ നിയമാവലിയിൽ മാറ്റം വരുത്തി ഹിജാബ് ധരിച്ച കുട്ടികളെയും അവിടെ പ്രവേശിക്കാനുള്ള അവസരം കൊടുക്കണം. സ്വാഭാവികമായും നമുക്കിവിടെ വേണ്ടത് ശാന്തി സമാധാനവുമാണ് ആവശ്യമുള്ളത്, അല്ലാതെ ഏറ്റുമുട്ടലുകളല്ല. രണ്ടാമതായിട്ട് ഒരു സ്കൂളിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ അവിടെ കടന്നു വരിക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതൊരു എയ്ഡഡ് സ്കൂൾ അല്ല, ഇതൊരു CBSE സ്കൂൾ. അവിടെ ഫീസ് കൊടുത്ത് മാത്രം പഠിക്കുന്ന പിള്ളേർ അവിടെ ചെല്ലുന്നത്, അത് മനസ്സിലാക്കണം. അതായത് ഫീസ് കൊടുക്കാതെ ആർക്കും അവിടെ പഠിക്കാൻ സാധിക്കത്തില്ല. ഗവൺമെന്റ് യാതൊരു നിയന്ത്രണമില്ലാത്ത ആപ്പാടെ ഗവൺമെന്റ് NOC മാത്രം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണത്. അപ്പൊ സ്വാഭാവികമായും അവർക്കൊരു പക്ഷേ എന്തുകൊണ്ടാണ് അവരുടേതായ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ അങ്ങനെ അവർ നിയമാവലിയിൽ മാറ്റം വരുത്താത്തത് എങ്കിൽ പോലും നമ്മളെ കൊണ്ടൊക്കെ സാധിക്കുന്ന രീതിയിൽ അതിനെ അവരെ ബോധവൽക്കരിച്ച് അടുത്ത വർഷം വരെ ആ നിയമാവലിയും മാറ്റേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പക്ഷേ മാനേജ്മെന്റ് വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ നിയമാവലിക്ക് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകൂ എന്നല്ലേ അവർ പറയുന്നത്. ആ പ്രിൻസിപ്പൾ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. അത് മാത്രമല്ല കോടതി വിധി നിലവിലുണ്ട് എന്നവർ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ അടുത്ത വർഷം അവർ അങ്ങനെ നിയമം മാറ്റുമെന്ന് കരുതാൻ പറ്റുമോ? അവർ കോടതി വിധിക്ക് അനുസരിച്ച് പോകുമെന്നല്ല പറയുന്നത്. അല്ല, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ ആ വിദ്യാർത്ഥികൾ പഠിക്കാൻ അങ്ങനെ അവസരമില്ലാത്തടത്ത് പഠിക്കാൻ പോകാതിരിക്കാനല്ലേ പിന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഭാഗത്ത് വന്നു അല്ല, അവിടെയാണ് ഈ മുസ്ലിം സംഘടനകൾക്ക് വിയോജിപ്പുള്ളത്. അവർക്ക് അർഹതപ്പെട്ട വിദ്യാഭ്യാസം എന്നത് അത് അവിടെയാണ് പഠിക്കേണ്ടതെങ്കിൽ അവിടെ പഠിക്കണം. പക്ഷെ അവരുടെ മതപരമായ മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞ മാർപ്പാപ്പ ഇപ്പൊ പുതിയ മാർപ്പാപ്പ ലിയോ മാർപ്പാപ്പ അവിടെ റോമിൽ വത്തിക്കാനിൽ വരുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലൈബ്രറി അവിടെ ഒരു മുറി തുറന്നു കൊടുത്തത്. 500-600 വർഷം പഴക്കമുള്ള ലൈബ്രറിയുടെ മുറി തുറന്നു കൊടുത്തു. അത് മാർപ്പാപ്പ കണ്ട വിശാലമായ ഒരു അർത്ഥത്തിൽ കണ്ട കാര്യമാണത്. എന്ന് പറഞ്ഞോണ്ടത് എല്ലാം നമുക്ക് മറ്റുള്ള ആ ഒരു വിശാലത എന്തുകൊണ്ടാണ് സെന്റ് റീത്ത സ്കൂളിലെ അധ്യാപകർക്ക് ഉണ്ടാകാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞത് അത് ഓരോ ഞാൻ അവിടെ ഒരു PTA പൊതുവായി തീരുമാനം എടുത്ത് കാണും ഈ യൂണിഫോം മതിയെന്ന്. ഇത് അവർ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. അവിടെ PTA എന്നൊരു ബോഡിയുണ്ട്. അവർ പൊതുവായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ബൈലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ രണ്ടാമത് ഞാൻ ചോദിച്ചോട്ടെ, അവിടെ മറ്റു കുട്ടികൾക്കില്ലാത്ത ഒരു പ്രത്യേക സ്ഥാനത്ത് ഈ ഒരു കുട്ടിക്ക് മാത്രം വേണ്ടത്, ആ കുട്ടിയും എന്തിനാണ് വാശി പിടിക്കുന്നത്? അല്ല, അത് പറഞ്ഞല്ലോ അവർ. അവരുടെ മതപരമായ പ്രായപൂർത്തിയായാൽ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായാൽ അവർക്ക് ഒഴിവാക്കാനാകാത്ത ഒന്ന് എന്നാണ് അവർ പറയുന്നത്. അല്ല, അവിടെ മറ്റ് 10-50 കുട്ടികളോളം പഠിക്കുന്നുണ്ട്. 50ഓളം ഇതേ സെയിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരാരും അതൊരു അങ്ങനെ മതപരമായിട്ട് ഒഴിവാക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ ഒരു മതപണ്ഡിതനല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും എന്റെ കാലഘട്ടത്തിലൊന്നും ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഞാൻ പഠിച്ച കോളേജുകളിലോ സ്കൂളുകളിലോ ഒന്നും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ കാലഘട്ടത്തില്ല. അതിപ്പോ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് ഉണ്ടായ മാറ്റങ്ങളാണ്. എന്തെങ്കിലും ആട്ടെ. അല്ല, അത് ശ്രീ മുജീബ് റഹ്മാൻ നേരത്തെ അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹം പറയുന്നത് അത് അങ്ങനെയൊന്നും അല്ല എന്നാണ്. അതൊന്നും അവിടെ നിന്ന് ഏതായാലും ഈ മധ്യതാങ്കൂർ ഇങ്ങോട്ടില്ലായിരുന്നു. എനിക്കറിയാൻ മേലാതെ വടക്കൻ മേഖലകളിൽ കാണുമായിരിക്കും. മധ്യതാങ്കൂർ ഇതൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്ന കാര്യങ്ങളാണ്. പഴയതായിട്ടുള്ള തുടർന്ന് പിന്നായിരുന്നു. അല്ല, മുജീബ് റഹ്മാൻ കൊച്ചി സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലെന്ന് ഇത് ഞാൻ പറഞ്ഞ ഞാൻ എന്റെ കാലഘട്ടത്തിൽ എന്റെ പ്രായത്തിലും കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ജോലിക്ക് വരുന്നവരിപ്പോൾ ഞാൻ കണ്ടോണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ഞാൻ അഭിഭാഷക നിലയ്ക്ക് പല അഭിഭാഷകരെ ഞാൻ പരിചയപ്പെടാറുണ്ട്, അവരെ കാണാറുണ്ട്. അവരാരും ഈ രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ നടത്തുന്നവരുമല്ല.
അതുകൊണ്ട് അതവരുടെ ഇഷ്ടം. അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ഇതിനെ ചോയ്സാണ്. നമ്മൾ മറ്റൊരു മതത്തിന്റെ അന്തസ്സത്തിലേക്ക് കടന്നു നടക്കാനോ അവിടുത്തെ വികാരങ്ങൾ ഉൾപ്പെടുത്താൻ നമ്മൾ തയ്യാറുമല്ല. പക്ഷെ ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇത്രയും ചർച്ചകൾ അവസാനിപ്പിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ആ സ്കൂളിന്റെ ചർച്ച നമുക്ക് ഒരു അരമണിക്കൂർ കൂടി നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ചർച്ച പാനലിസ്റ്റുകൾക്ക് സമയം തികഞ്ഞില്ല എന്നൊരു ആക്ഷേപമുള്ളത് കൊണ്ട് തീർച്ചയായും ഞാൻ പറയണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ അനുസരിച്ച് അത് അതിലേ പോട്ടെ. ഞാൻ ഇവര് പറയുന്നതിന് മുമ്പ് നിസ്കാരം മുറിയെ പറ്റി എന്തെല്ലാം ചർച്ചകൾ ശേഷമാണ് മതപണ്ഡിതർക്ക് ഇടപെട്ടത്. അവിടെ നടക്കുകയായിരുന്നു കണ്ടപ്പോഴാണ് ഇടപെട്ടത്. വളരെയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. നിർമ്മല കോളേജിൽ ഉണ്ടായി. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. രണ്ടാമതൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ കേരള ഗവൺമെന്റ് എടുക്കുന്ന ഓർഡറാണ് സ്റ്റുഡന്റ് കാഡറ്റ് പോലീസിന് യാതൊരു വിധത്തിലുള്ള മതത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന്. അത് നമ്മുടെ സൈനിക വിഭാഗങ്ങളിലും വലിയ പരിമിതിയുണ്ട്. അതിന്റെയൊക്കെ ഒരു ഫോർമാറ്റ് ആണല്ലോ. അതിന് നമ്മൾ പൂർണ്ണമായും അതാണ് എല്ലായിടത്തും എന്നുള്ള രീതിയിൽ കാണേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അത്തരം ചില ഫോർമാറ്റുകളിൽ ചില ആളുകൾക്ക് ചില സമയത്തെങ്കിലും ഇളവൊക്കെ ലഭിക്കാറുണ്ട്. ചില പ്രത്യേക റെജിമെന്റുകൾ തന്നെ സിഖ് മതവിഭാഗത്തിന് വേണ്ടി അനുവദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ വളരെ പെട്ടെന്ന് മറ്റ് അതിഥികളിലേക്ക് കൂടി വരാം. നമുക്കൊരു ഇടവേള അതെന്തായാലും ചർച്ചയുടെ ഭാഗമാണെങ്കിലും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ശ്രീ മുജീബ് റഹ്മാൻ ഒപ്പം ശ്രീ അമീറ വളരെ പെട്ടെന്ന് തിരികെ എത്താം. കാരണം പി ജോസഫിന്റെ പ്രതികരണത്തിലുണ്ട്. അദ്ദേഹം മറ്റ് സ്ഥാപനങ്ങളിലൊന്നും ഇത് അനുവദിക്കുന്നതിൽ ഒരു എതിർപ്പും പറയുന്നില്ല. മാർപ്പാപ്പയുടെ ഉദാഹരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലെ ഭീതി എവിടെ എന്നതാണ് പ്രധാനമായും ചർച്ച ചെയ്തു പോകേണ്ടത്. അങ്ങനെ ഒരു അനാവശ്യ ഭീതി പരത്തുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിൽ ചിലരെങ്കിലും എന്നത് തന്നെയാണ് ചർച്ചയുടെ ഫോക്കസ്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.